അരുണാചൽ മിഷൻ്റെ ഈ കഴിഞ്ഞ 2-3-4 പതിറ്റാണ്ടുകളുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ജനം സഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രേക്ഷിതർ സഹിച്ചിട്ടുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇവിടുത്തെ മറ്റുള്ള ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള നേതാക്കന്മാർ പള്ളി കത്തിച്ചിട്ടുണ്ട്, കുരിശുരൂപം പൊട്ടിച്ചിട്ടുണ്ട്, അതുപോലെ ബൈബിൾ എടുത്ത് പള്ളി കളഞ്ഞിട്ടുണ്ട്, ബൈബിൾ കത്തിച്ചിട്ടുണ്ട്. അതുപോലെ ചില കുട്ടികൾ ക്രിസ്ത്യൻസ് എന്നറിഞ്ഞു കഴിയുമ്പോൾ അവരെ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. കൊൺസ എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ന് ഈ 3 ഡിസ്ട്രിക്റ്റ് ഒരു ഡിസ്ട്രിക്റ്റാണ് കൊൺസ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട്. അവിടെ നമ്മുടെ 9 പിള്ളേർക്ക് ഒരു 10-11 കൊല്ലം കേസുണ്ടായിരുന്നു. എല്ലാ മാസവും ആസാമിൽ നിന്ന് ഒരു വക്കീലിനെ പറഞ്ഞു വിട്ട് ആ കോടതിയിൽ ഈ കേസിൻ്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരുന്നു. ഏതായാലും അവസാനം അവർ ആ കേസ് ജയിച്ചു. അങ്ങനെ നമ്മളിതിനെപ്പറ്റി ചിന്തിക്കാൻ പോയാൽ ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. കാരണം അവർ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. അതിനെല്ലാം ബാക്ക് ചെയ്യാനായിട്ട്, സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്ക് ഈ ആൻറ്റി കൺവേർഷൻ അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് റിലിജൻ നിയമം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിലെല്ലാം ഞാൻ പറയുന്നത് അവരെ മിസ്ഗൈഡ് ചെയ്തതാണ് പുറത്തുനിന്നുള്ള ചില എലമെൻറ്റ്സ്. അതായത് ഇത് നിങ്ങൾക്കെതിരാണ്, നിങ്ങളുടെ കൾച്ചർ പോകും, നിങ്ങളുടെ കസ്റ്റംസ് പോകുന്നൊക്കെ. പക്ഷേ അവർ നമ്മളുമായിട്ട് ഇടപെടാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ അവരുടെ ഒരു കൾച്ചറിനെ നശിപ്പിക്കത്തില്ല. കാരണം അവർ ഷില്ലോങ്ങിലും നാഗാലാൻഡിലൊക്കെ കണ്ടു ഇന്നത്തെ ട്രൈബൽ ലാംഗ്വേജസ്, ഡയലക്ട്സ് എല്ലാം നിലനിർത്തിയത് മിഷണറിമാരാണ്. എല്ലാ ഡയലക്റ്റിലും ബൈബിളും പ്രാർത്ഥനാ പുസ്തകവും അച്ചടിച്ചു. പ്രൊട്ടസ്റ്റൻറ്റും കാത്തലിക്കും മിഷണറിമാർ പുസ്തകങ്ങൾ എഴുതി ഭാഷ പഠിച്ചു, ആ ഭാഷ പഠിപ്പിച്ചു. അതൊക്കെ കണ്ടപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് നമ്മുടെ കൾച്ചർ നിലനിൽക്കുന്നത് നമ്മുടെ ഡയലക്റ്റ് അല്ലെങ്കിൽ ഭാഷയിൽ കൂടിയാണ്. അത് നിലനിർത്തുന്നത് ഈ ഒരു ഗ്രൂപ്പാണ്, അതായത് മിഷണറിമാർ. അപ്പോൾ അതിലേക്ക് അവർ കൂടുതൽ താല്പര്യമെടുത്തു. അങ്ങനെയാണ് ഇത് വളർന്നത്. അതുകൊണ്ട് പിന്നെ ചിലർ പറയും അവർ മീറ്റ് കഴിക്കുന്ന കാരണമാണ്. അതൊക്കെ വെറും ആഡംബരങ്ങൾ മാത്രമാണ്. അല്ലാതെ ഇവരെല്ലാവരും എന്നും മീറ്റ് കഴിക്കുന്നവരല്ല, അത് കിട്ടാനില്ല. പക്ഷെ അവർക്ക് വേണ്ടത് അവരുടെ ആ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവരെ നമ്മുടെ ഒരു സഹോദരനായിട്ട് അല്ലെങ്കിൽ സഹോദരിയായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു, നമുക്കുള്ള സ്വാതന്ത്ര്യം അവർക്ക് നമ്മൾ കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അത് സുവിശേഷത്തിൽ പറയുന്നത് പോലെ ദ ഫ്രീഡം ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സന്താനങ്ങൾ എന്നുള്ള ആ സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അവരിതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് ആരെങ്കിലും കൺവേർട്ട് ചെയ്തതായിട്ട് ഒരു പ്രൂഫ് തരാനും ആർക്കും സാധിച്ചിട്ടില്ല. കൺവേർഷൻ നമ്മുടെ ഒരു ഇതല്ല, നമുക്കാരെയും കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ ഒരു ഈശോ സുവിശേഷത്തിൽ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, എൻ്റെ പിതാവ് ഒരാളെ വിളിച്ചില്ലെങ്കിൽ ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുകയില്ല. ആ വിളി അവർക്ക് കിട്ടി, അതവർ കേട്ടു, അതിനവർ ഉത്തരം കൊടുത്തു, അങ്ങോട്ട്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പെർസെക്യൂഷൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ പറ്റി പറയാൻ പോയാൽ അത് ഓരോ ദിവസവും ഓരോ ടൈപ്പാണ്.